അപ്പൊ സഹോദരങ്ങളെ, കാര്യം വളരെ ഗൗരവമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കണം. ഈ ഒരു കാലം എന്ന് പറയുന്നത്, എനിക്കൊരാളോട് പകയും വിദ്വേഷവും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരാളെ അപമാനിതനാക്കുവാനും അയാളെ സമൂഹത്തിൽ ഇറങ്ങാൻ അനുവദിക്കാത്ത നിലക്ക് വീടിന്റെ ഒരു മൂലയിൽ അയാൾ ഇരിക്കേണ്ട ഗതി വരുത്തുവാനും, തലയിൽ അയാളുടെ ഒരുപാട് പ്രയാസങ്ങൾ, അയാളുടെ ഭാരം അയാളുടെ തലയിൽ വെച്ച് കെട്ടുവാനും ഇന്ന് എല്ലാവരും വളരെ സിമ്പിളായി ഉപയോഗപ്പെടുത്തുന്ന, വളരെ ഈസിയായി കാണുന്ന ഒരു കാര്യമാണ്. ഒരാളെ കുറിച്ച് അതാണ് പറഞ്ഞ, പിന്നെ വ്യഭിചാര ആരോപണമാണ് പറഞ്ഞ, അയാൾ ഒരു പെണ്ണിന്റെ അടുത്ത് കണ്ടു, അല്ലെങ്കിൽ ആ പെണ്ണും അയാളെയും കൂടി ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പിടിച്ചിക്കണ്, അല്ലെങ്കിൽ അങ്ങനെ ആക്കി, അയാൾ ഇങ്ങനെയാക്കി എന്നൊക്കെ പറഞ്ഞ് ആളുകൾക്ക് എന്തൊരു രസമാണത്. വല്ലാത്തൊരു കഥയല്ലേ. പത്രക്കാർക്ക് കിട്ടിയാൽ അവർ പൊടിപ്പും തൊങ്ങലും വെച്ച് എഴുതുന്നു. അതുപോലെ തന്നെ ന്യൂസ് കിട്ടിയാൽ പലരും അതിൻ്റെ മറ്റു വശങ്ങളൊന്നും ആലോചിക്കാതെ റിപ്പോർട്ട് ചെയ്യുന്നു. സത്യസന്ധതയോടെ പ്രവർത്തിക്കുന്ന പലരും ഉണ്ട് എന്നുള്ളത് മറന്നുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. അതിലൊക്കെ സൂക്ഷ്മത പുലർത്തുന്ന അത്തരത്തിലുള്ള റിപ്പോർട്ടർമാരും വാർത്താലേഖകന്മാരും ഒക്കെ ഉണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷവും ഇന്നെന്താ ചെയ്യുന്നത്? കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴേക്ക് കയറെടുക്കുന്ന സ്വഭാവമാണ്. കാള പെറുവോന്ന് ആദ്യം ചിന്തിക്കണ്ടേ? കാള പ്രസവിച്ചുവോ എന്ന് ചിന്തിച്ചിട്ടല്ലേ കുട്ടിനെ കെട്ടാൻ കയറെടുക്കാൻ പോകേണ്ടത്? അതുപോലും ചിന്തിക്കാതെ കേട്ട പാതി കേൾക്കാത്തത് പാതി എന്ന നിലക്ക് സമൂഹത്തിൽ ഇങ്ങനെ ഇറ്റിച്ചിറ്റിച്ച് ആളുകൾക്കിടയിൽ ഇതൊരു വമ്പിച്ച പ്രചാരണമാക്കി കൊടുത്ത് ഒരാളെ ഏറ്റവും കൂടുതൽ അധപ്പതനത്തിന്റെ അഗണ്യ കോടിയിലേക്ക് വലിച്ചെറിയുവാൻ അവരവരുടെ നാവിനെ ഉപയോഗപ്പെടുത്തുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ഈ കൃത്യമായ നിലക്കുള്ള മുന്നറിയിപ്പ് ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കണം. ആരെക്കുറിച്ചും അങ്ങനെ പറഞ്ഞു പോകരുത്. അങ്ങനെ ഒരാളെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ അത് തെളിയിക്കാൻ പറ്റണം. തെളിയിക്കാൻ പറ്റാത്തോ മിണ്ടാതിരിക്കണം എന്നാണ്. എന്താ ഇസ്ലാമിന്റെ നിയമം? ഞാൻ നേർക്ക് നേരെ ഒരാൾ വ്യഭിചരിക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാൽ പോലും ഞാൻ മൗനം പാലിക്കണം. മൗനം പാലിക്കണം. എന്താ കാരണം? ഞാനതൊരാളോട് പോയി പറഞ്ഞാൽ എന്താ സംഭവിക്കുക? 4 സാക്ഷി കൊണ്ടുവരാൻ പറയും. എനിക്കത് കൊണ്ടുവരാൻ കഴിയില്ല, ഞാൻ ഒറ്റക്കേ കണ്ടിട്ടുള്ളൂ. അപ്പോഴോ ഞാനത് പറയുകയും ചെയ്താലോ 80 അടി എൻ്റെ പുറത്താണ്. ഇത് ദുന്യാവിലെ ശിക്ഷ കേട്ടോ. ഇത് ദുന്യാവിലെ ശിക്ഷയാണ്. പരലോകത്തും കിട്ടും ശിക്ഷ വേറെ. പരലോകത്തുമുണ്ട്. നമുക്ക് പഠിക്കാനുള്ള ഈ അധ്യായത്തിന്റെ തന്നെ അവസാന ഭാഗത്ത്, അവസാനമല്ല, ഇത് ഏതാനും ആയത്തുകൾ കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് തന്നെ ഈ വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് അപരാധം പറയുന്ന ആളുകൾ, അവർക്ക് ദുന്യാവിലും ശിക്ഷയുണ്ട്, ആഖിറത്തിലും ശിക്ഷയുണ്ട് എന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവത്തോടു കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. الذين يرمون المحصنات الغافلات المؤمنات لعنوا في الدنيا والآخرة ولهم عذاب عظيم يوم تشهد عليهم ألسنتهم وأيديهم وأرجلهم بما كانوا يعملون يومئذ يوفيهم الله دينهم الحق وأن الله هو الحق المبين. ഈ സൂറത്തുൻ നൂർ തന്നെ ഒരു 20-22 ആയത്തുകളാകുമ്പോൾ അവിടെ പറയുന്നുണ്ട്, മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്ന മഹദിയെക്കുറിച്ച് വ്യഭിചാരോപണം ഉന്നയിച്ച വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്ത് വരുമ്പോൾ അവിടെ നമുക്കത് വിശദമായി തന്നെ പറയാനുള്ളത് കൊണ്ട് ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. പക്ഷേ ദുന്യാവിലും ആഖിറത്തിലും ഇതിന് ശിക്ഷയുണ്ടാകും. അതിന് അതികഠിനമായ ശിക്ഷയുണ്ടാകും. നാളെ പരലോകത്തിൽ പറയുന്ന നാവ് അത് സംസാരിക്കും, അത് സാക്ഷി പറയും. അവർക്കെതിരെ അവരുടെ നാവുകൾ സാക്ഷി പറയും, അവരുടെ കൈകൾ സംസാരിക്കും, അവരുടെ കാലുകളൊക്കെ വർത്തമാനം പറയും പ്രവർത്തിച്ചതിനെ കുറിച്ചെന്ന് അള്ളാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഗുരുതരമാണ് സഹോദരങ്ങളെ. ആരെക്കുറിച്ച് നമുക്കൊരാളോട് ദേഷ്യമുണ്ട് എന്ന് വിചാരിച്ച് ആരെക്കുറിച്ചും ഈ പെണ്ണുകേസ് പറയരുത്, വ്യഭിചാരോപണം പറയരുത്. അത് ഗുരുതരമായ ശിക്ഷയാണ്. ഇന്നത്തെ രാഷ്ട്രീയ ലോകം എന്ന് പറയുന്നത് എതിരാളിയെ അമർച്ച ചെയ്യുവാൻ ഇപ്പുറത്തുള്ളവനാണ്, പാസാക്കലാണ്. എന്നിട്ടോ അത് കേട്ട പാതി കേൾക്കാത്ത പാതി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അണികളങ്ങ് ഏറ്റെടുക്കുകയാണ്. അത് ഇലക്ഷനൊക്കെ കൊണ്ട് വരുമ്പോൾ, തെരഞ്ഞെടുപ്പൊക്കെ കൊണ്ട് വരുമ്പോൾ തൻ്റെ എതിരാളിയെ അമർച്ച ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാ പറയുക. അതിൽ മുസ്ലിം പേരുള്ള രാഷ്ട്രീയക്കാരൊക്കെ വരെ അതിൽ പങ്കെടുക്കുന്നില്ലേ? അള്ളാനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളെ എല്ലാത്തിലും ഉണ്ടാകുമെന്ന് മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ പലർക്കും ഒരു ഹരമാണ്. പലരെക്കുറിച്ചും ഈ ഒരു കേസ് കിട്ടിയാൽ അതിങ്ങനെ പൊടിപ്പും തൊങ്ങലും വെച്ച് ഇങ്ങനെ പ്രചരിപ്പിക്കുക.
പാടില്ല സുഹൃത്തുക്കളെ, പാടില്ല. വളരെ ഗൗരവതരമായ കുറ്റമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ അതീവ സൂക്ഷ്മത നമുക്കുണ്ടാകണം. അങ്ങനത്തെ വല്ല വർത്താനവും കേട്ടാൽ എന്താ നമ്മൾ പറയേണ്ടതെന്നൊക്കെ വിശുദ്ധ ഖുർആനിലെ ഇതേ അധ്യായത്തിന്റെ അടുത്ത ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനുണ്ട്. അവിടെ എത്തുമ്പോൾ കൂടുതൽ നമുക്ക് വിവരിക്കാം. ഒരു സൂചന മാത്രം ഞാൻ നൽകാം. അത്തരം കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതിൽ ഇറങ്ങി സംസാരിക്കുകയേ ചെയ്യരുത്. നാവടക്കണം, പറയണം. മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദാ, ഇത് സംസാരിക്കാൻ ഞങ്ങളെ നാവ് പറ്റൂല, ഞങ്ങൾ അതിൽ ഇടപെടൂല, അക്കാര്യം ഞങ്ങൾ മിണ്ടൂല എന്ന് പറഞ്ഞ് വിശ്വാസികൾ മാറിപ്പോകണം എന്നാണ് അത്തരം വിഷയങ്ങളിൽ നിന്ന് എന്നാണ് ഇസ്ലാമിന്റെ നിയമം. എത്ര സുന്ദര മനോഹരമാണ് റഹ്മാനായ റബ്ബിന്റെ ഇസ്ലാമിക നിയമങ്ങൾ. സുബ്ഹാനല്ലാഹ്, അള്ളാഹനെ സ്തുതിക്കണം. ഇതിൽ അംഗങ്ങളാവാൻ സാധിച്ചതിൽ, ഈ ഖുർആനിന്റെ അനുയായികളാവാൻ സാധിച്ചതിൽ റബ്ബിനെ സ്തുതിക്കണം. ഇത്രമേൽ മനോഹരമായ, ഒരാളുടെയും അഭിമാനത്തിന് പോറലേൽക്കാത്ത വിധത്തിൽ സൂക്ഷ്മത കൈക്കൊള്ളാൻ നിനക്ക് സാധ്യമായിട്ടില്ലെങ്കിൽ നീ യഥാർത്ഥ മുസ്ലിമല്ല എന്ന് പഠിപ്പിച്ച ഒരു ഗ്രന്ഥത്തിന്റെ അനുയായികളാവാൻ നമുക്ക് സാധിച്ചുവെങ്കിൽ അൽഹംദുലില്ലാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആരെക്കുറിച്ചും ഇല്ലാത്തത് പറയരുത്. അതിൽ ഏറ്റവും ഗുരുതരമാണ് വ്യഭിചാരോപണം. മറ്റുള്ളതിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. 80 അടിയില്ലാന്നേ ഉള്ളൂ, മറ്റേ ശിക്ഷകൾ അതിനുണ്ട്. ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം.